എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ്. ഈ ഒരു ഫ്രൈ മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമ്മുടെ രസത്തിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ചെറിയ ഉരുളക്കിഴങ്ങുകളാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉരുളക്കിഴങ്ങുകൾ നന്നായിട്ട് കഴുകി ഞാനിപ്പോൾ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ അത് കട്ട് ചെയ്ത് നിങ്ങൾ വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇത്തിരി വെളുത്തുള്ളി, ഇഞ്ചി ഞാനിവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചുവന്ന ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ചുവന്നുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ചുവന്നുള്ളിയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നമുക്ക് ഇത്തിരി അധികം തന്നെ ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മളിത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതിൽ വെള്ളമൊന്നും നമ്മൾ തീരെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ആകെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉഴുന്ന് പരിപ്പ് ഇതുപോലുള്ള ഡിഷസിനൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിനെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ചുവന്ന ഉള്ളിയും കൂടി ചേർക്കാം. അപ്പോൾ ചുവന്ന ഉള്ളി ഞാനിവിടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു കളറൊക്കെ മാറി വരുന്നത് വരെ. അപ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിൻ്റെ ഒരു കളറൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. നമുക്ക് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ചേർത്ത് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് നിങ്ങൾ ചെറിയ ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഇതിന് ടേസ്റ്റ്. വലിയ ഉരുളക്കിഴങ്ങിനേക്കാളും ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ചെറിയ ഉരുളക്കിഴങ്ങ് അതുപോലെ ചുവന്ന ഉള്ളിയൊക്കെ. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഗരം മസാല നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിപ്പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കുന്നതിനായിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ വെളുത്തുള്ളി ഇഞ്ചിയും, ആ ക്രഷ് ചെയ്ത് വെച്ച ജാറിൽ തന്നെ ഒഴിച്ചിട്ടാണ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നത്. കാരണം അതിൽ ആ വെളുത്തുള്ളിയും ഇഞ്ചിയുടെ ഒക്കെ ഒരു എസൻസ് ഉണ്ടാവുമല്ലോ, അതും കൂടെ വെറുതെ കളയണ്ട, നമുക്കിതിലേക്ക് തന്നെ ഉപയോഗിക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഗ്യാസ് നമുക്കിതൊന്ന് സിമ്മിലേക്ക് മാറ്റാം. മൂടി വെച്ച് നമുക്കൊരു ഏകദേശം 2 മിനിറ്റോളം വേവിച്ചെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അതുകൊണ്ട് ഏകദേശം 2 മിനിറ്റ് മതിയാകും. ഇപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉള്ളി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ കളറൊക്കെ നല്ല ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ പ്ലീസ് സബ്സ്ക്രൈബ്, അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ. താങ്ക്